കടലാസ് കനത്തി അരിഞ്ഞ് കളയണം. ആര് മരിച്ചാലും, അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും നമ്മൾ ഇത് ചെയ്തേ മതിയാകുള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കര മാനസിക വിഷമം ഉണ്ടാകും. എൻ്റെ അച്ഛൻ മരിച്ചപ്പം ഞാനന്ന് ചെത്തുകാരനായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് വെളുപ്പിനെ ഞാൻ പോയി ചെത്തും. വെളുപ്പിനെ ചെത്തിയിട്ട് വന്നായിരുന്നു കർമ്മം ചെയ്തത്. പനയെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പകുതിക്കലായപ്പോൾ ഒരു ഇടി വെട്ടി. പനയുടെ കല ഒഴിച്ചപ്പോഴാണ് വെടിമരുന്ന് പോലുള്ള മണം വരുന്നു. ഇപ്പം ചേട്ടൻ ശരാശരി എത്ര ലിറ്റർ കള്ള് ചെത്തുന്നുണ്ട്? ഇപ്പോൾ ഒരു 100 ലിറ്റർ അടുത്ത് വരുന്നുണ്ട്. ഇന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്നതിൽ കൂടുതൽ നോക്കിയും കണ്ടും ചെയ്താൽ കിട്ടുന്ന ഒരു വരുമാനമാണ്. ഒരു ദിവസത്തെ വരുമാനം എങ്ങനെയാ? നമുക്കൊരു 5000 രൂപ കിട്ടും. അതൊരു മോശം വരുമാനമല്ലോ. എൻ്റെ അച്ഛൻ ചെത്തുകാരനായിരുന്നു. ഞാൻ ആ കൂടെ കണ്ടുപിടിച്ച് ഞാനും ചെറുപ്പത്തിലെ ചെത്തു തുടങ്ങി. 15 വയസ്സൊക്കെ ഉള്ളപ്പോൾ അച്ഛൻ ഈ മുറിച്ച കൊല എടുത്ത് താഴെ കാപ്പിയെ കെട്ടിത്തരും. 49 വർഷം കഴിഞ്ഞു ഈ രംഗത്ത് തൊഴിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. വെയിലാണേലും മഴയാണേലും ഇടിയാണേലും ഇത് ചെയ്തേ മതിയാകുള്ളൂ. നമ്മൾ ഉദാസീനത വിചാരിച്ചു എന്നാൽ ഇന്നത്തെ നാളെ ആക്കാം, നാളെ കഴിഞ്ഞാക്കാം എന്ന് പറഞ്ഞാൽ കൊല പോകും. ആ കൊല നമ്മുടെ കൊച്ചുപിള്ളേരെ നോക്കുന്നത് കൂട്ട് തന്നെ സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ടി അതൊരു തൊഴിലായത്. ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത് എലി മറ്റ് സാധനങ്ങളൊന്നും കയറി കുടിച്ചോട്ട് മലിനസമാക്കാതിരിക്കാൻ വേണ്ടിയാണേ ഇങ്ങനെ മൂടിക്കെട്ടി വെക്കുന്നത്. അല്ലെ വാവൽ എലിയൊക്കെ വന്നതിനകത്ത് കയറും. അപ്പം അതിൽ നിന്ന് നമ്മൾ സുരക്ഷിതമായിട്ട് കിട്ടുകയും പറ്റും. ഇന്നലെ വൈകിട്ട് എടുത്ത ഈ പനയുടെ കള്ളൻ രാത്രി വീണ കള്ളാണിത്. അതോട്ട് ഒഴിക്കണേ. നമ്മൾ ഇത് കാലത്തും വൈകിട്ടും ചെത്തണം. പിന്നെ ഇടയ്ക്ക് 5-8 ദിവസം കൂടുമ്പോൾ ഇതിനകത്തെ അരിയൊക്കെ ഇളകി ഇരിക്കും. അതിനെ എല്ലാം എടുത്ത് കളയുമ്പോഴേ കള്ള് പിന്നെയും കൂടി വരുള്ളൂ. അല്ല ചിലപ്പോൾ എലി കൂട് വെക്കും, അറിയാതെ കണ്ടിച്ച് കളയും. അപ്പം നമ്മൾ ഇടയ്ക്ക് 6-7 ദിവസം കൂടുമ്പോൾ അഴിച്ച് നോക്കണം. അങ്ങനെ അതിൻ്റെ ഇത് തലയ്ക്കൻ നല്ലപോലെ കെട്ടി മുറുക്കി ആണ് നമ്മൾ ചെത്തുന്നത്. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട്, പ്രത്യേക കത്തിയാണ്, ആ കത്തിക്കാണ് ഇത് ചെത്തുന്നത്. ആ കത്തി മറ്റുള്ള ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഇങ്ങനെ കുറച്ച് കടലാസ് കനത്തി അരിഞ്ഞ് കളയണം. അങ്ങനെ അതിൻ്റെ കണക്ക്. അപ്പം കട്ടി കുറച്ച് അരിഞ്ഞാൽ നമുക്ക് കൂടുതൽ നാൾ ചെത്താൻ പറ്റും. കട്ടി കൂട്ടി അരിഞ്ഞാൽ പെട്ടെന്ന് തിന്നു പോകും. നല്ല കുറേ നീളമുള്ളതൊക്കെയാണെങ്കിൽ ഒരു 6-7 മാസം നമുക്ക് കിട്ടും. ശരാശരി 3-4 ആണ് കണക്ക്. ഓരോ പനയുടെ കൊലയും ഓരോ രീതിയിലും ഓരോ ഇതിൽ ഇരിക്കുന്നത്. അതിൻ്റെ പണികളും വ്യത്യസ്തമാണ്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് തുള്ളി വീഴുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഒരു കമ്പേൽ ഇതിനിടയ്ക്കൊരു കമ്പ് വെക്കും. ആ കമ്പേ നമ്മൾ ഇത് തൂക്കിയിടും. അവിടെ പിന്നെ നമ്മൾ പഴയ കൂട്ട് മൂടിക്കെട്ടി വെക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് വന്ന് വീണ്ടും ചെത്തി ഇതിനകത്ത് കള്ളു വെക്കും. അതാണ് ഒരു കൊലയുടെ ഇത്. 10-30 ദിവസം കൊണ്ടേ പണി തീരുള്ളൂ ഒരു പനംകൊല. അപ്പോൾ അതുവരെ 10-20 ദിവസം നമുക്ക് കളൊന്നും കിടത്തില്ല. പിന്നെ ചിലത് കൂഞ്ഞ കയറി കിട്ടും, ചിലത് കൂഞ്ഞിക്ക് വരുമ്പം തീർന്നു പോകും. അങ്ങനെ പനയുടെ സൈസിൻ്റെയാണ്. ഞാൻ മൂടിക്കെട്ടി വെച്ച് പണ്ടൊക്കെ
പനയുടെ തന്നെ പോട്ട കൊണ്ടായിരുന്നു മൂടിക്കിട്ടുന്നത്. പെട്ടെന്ന് പുതിയ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ വന്നപ്പം പ്ലാസ്റ്റിക്കായി. എന്നാലും കുടപ്പനയുടെ പോലെ വേണം, അതിട്ട് കെട്ടിയാൽ വേർക്കാതൊക്കെ ഇരിക്കുകയുള്ളൂ, നല്ല ഉണങ്ങിയിരിക്കുകയുള്ളൂ. കൊല നനയാൻ പറ്റത്തില്ല, നനഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല, കല്ല് കിട്ടത്തില്ല. ഒരു ഉണങ്ങിയ ഓലയിട്ട് കെട്ടി. അപ്പോൾ ഈ ഓലയുടെ ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ട് കാരണമാണ് പ്ലാസ്റ്റിക്കും ഒക്കെ. പിന്നെ കാലാവസ്ഥ വ്യതിയാനം, അതൊരു ഘടകമാണ്. പെട്ടെന്ന് മറ്റ് നാരുകൾ, പനയുടെ തന്നെ നാര് കൊണ്ടായിരുന്നു നമ്മളിത് കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് പകരം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി കെട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി കലമെടുത്ത് ഇറങ്ങുകയാണ്. നേരത്തെയൊക്കെ മുളയേണിയായിരുന്നു. ഇപ്പം അത് എൻ്റെ ബുദ്ധിമുട്ട് കാരണം ഇരുമ്പേണിയാക്കി. ഇരുമ്പേണിയാകുമ്പോൾ 10-15 വർഷമൊക്കെ നിന്നോളും. ഇത് ഉദ്ദേശം 60 അടി പൊക്കമുള്ള പനയായത്. എൻ്റെ പേര് ടി.ആർ. രാജൻ, വീട്ടുപേര് പാലക്കൽ. ഞാൻ താമസിക്കുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള ചിറക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഏതാണ്ട് 49 വർഷം കഴിഞ്ഞു ഈ രംഗത്ത് തൊഴിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടൻ എത്ര കാലമായി ഇങ്ങനെ പനയത്തിലോട്ട് കയറിയിട്ട്? ഒരു 50 വർഷം എടുക്കാറ്. അപ്പൊ ചെറുപ്പം തൊട്ടേ? അതെ, ഞങ്ങള് പാരമ്പര്യമായിട്ട് അച്ഛനെ വല്യമ്മാവന എല്ലാം ചെത്തുകാരായിരുന്നു. അവസാനത്തെ ആളാണ്. എത്രാം വയസ്സിലാണ് അപ്പൊ ചെത്ത് തുടങ്ങിയത്? ഞാനൊരു 15 വയസ്സൊക്കെ ഉള്ളപ്പോൾ അച്ഛൻ്റെ കൂടെ അച്ഛൻ പോയി കഴിയുമ്പോൾ ഞാൻ പന കയറി ഇങ്ങനെ പഠിച്ചു. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം പിന്നെ അച്ഛൻ ഈ മുറിച്ച കൊല എടുത്ത് താഴെ കാപ്പിയെ കെട്ടിത്തരും. അത് കുറെ നീളത്തിൽ മുറിക്കും. അത് ഒരു നൂലെ കെട്ടി കാപ്പിയെ കെട്ടിയിടും. എന്നിട്ട് അത് ഒരുക്കി പഠിക്കും. ഓ, അത്തരാണ് പിന്നെ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ അച്ഛൻ പഠിപ്പിച്ചു. പിന്നെ അച്ഛൻ പഠിപ്പിച്ച
ശിക്ഷന്മാരുണ്ടായിരുന്നു. ഓ. അവരുടെ കൂടെ പോയി പഠിച്ച് ആ, ആ, ഈ ആ, രംഗത്ത് പിന്നെ ഓരോരുത്തരെ സഹായിക്കാൻ വേണ്ടി ഈ ക്യാപ്പ് വരുമ്പോൾ ബുദ്ധിമുട്ട് ആ, ആ, വരുമ്പോഴും അവരെയൊക്കെ സഹായിക്കാം. അവർക്കൊക്കെ വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ ആയിട്ട് ആ. അന്നേരപ്പൊക്കെ അങ്ങനെ ചെയ്ത് ചെയ്ത്. അന്നൊക്കെ ജോലിക്കാർ കൂടുതലായിരുന്നു. ഓ. ഇപ്പം ജോലിക്കാരില്ല. ആ. അത് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോ ഒരു ടാപ്പിംഗ് ഇടയ്ക്ക് പോകുമായിരുന്നു. ആ, ആ. അത് കഴിഞ്ഞ് ടാപ്പിങ്ങിന് കൂലി പറഞ്ഞപ്പം ഈ രംഗത്ത് ആളില്ലാതെ വന്നപ്പോൾ ഞാൻ പിന്നെ കയറി. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 19 വർഷം. ഈ 19 വർഷം പാപനാശിനി പോയി ഞാൻ ബലിയിടുന്ന ഒരാളാണ്. കാരണം ഇത് 3 മണിക്ക് വെളുപ്പിനെ 3 മണിക്ക് ഇറങ്ങി ചെത്തും. 5 മണിയാകുമ്പോൾ ഈ ഷാപ്പിൻ്റെ വാതിക്കെ കൊണ്ട് കള്ള് വെച്ചേച്ച് വണ്ടിയെ കള്ള് വെച്ചേച്ച് ഞാൻ പോയിട്ട് 2 മണിയാകുമ്പോൾ വന്നാൽ എത്തുന്നത്. ചേട്ടാ, നമുക്കൊരു ചൂണ്ടപ്പനയിൽ നിന്ന് കള്ള് കിട്ടാൻ വേണ്ടി പ്രാരംഭമായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അതെന്തൊക്കെയാണ്? അപ്പം നമ്മളൊരു പനയെ കൊലയായി കഴിഞ്ഞാൽ ആ കൊല പോയി നോക്കും. എളുപ്പത്തിലേ പൊളിക്കേണ്ടിയുണ്ട്, മൂത്ത് പൊളിക്കേണ്ടിയുണ്ട്, പൊട്ടിച്ചാടിയ അത് അത് നോക്കിക്കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. നമ്മളൊരു കൊല പൊളിച്ചു, പന കയറി കൊല പൊളിച്ചു, ആ ഒരു 4 ദിവസം കഴിയുമ്പോൾ നമ്മൾ അത് വെച്ച് കെട്ടും. വെച്ച് കെട്ടുമെന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് 2 കമ്പ് തൂക്കിയിടും. അത് കഴിഞ്ഞ് മുക്കോണം പോലെ കമ്പ് വെച്ച് കിട്ടും. അത് നമ്മുടെ കാളവണ്ടിയിൽ ഇരിക്കുന്ന ഇരിക്കാൻ വേണ്ടി ഒരുക്കാൻ വേണ്ടിയാണ്. അത് വെച്ച് കെട്ടി പതുക്കെ തൂത്ത് വിടും. പിറ്റേ ദിവസം തൊട്ട് ഒരുക്കാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ പനങ്കൊല എന്ന് പറയുന്നത്, യഥാർത്ഥ പനങ്കൊല. ഇവിടെ കതർപ്പ്, ഇത് കതർപ്പെന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ തൂങ്ങി കിടക്കും. അപ്പം നമ്മൾ ആദ്യം വലിച്ചു വിടും. പിന്നെ നമ്മളിങ്ങനെ ഒരുക്കാൻ തുടങ്ങും. ഒരുക്കി താഴോട്ട് വിടും. അപ്പോൾ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ നമ്മളിതിൻ്റെ തലയ്ക്കം കണ്ടിക്കും. തലയ്ക്കം ഇങ്ങനെ കണ്ടിച്ചു വിടും. ഇങ്ങനെ ശകലം കണ്ടിച്ചു വിടും. അത് കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ ഇതിനകത്തൂടെ നാരിറങ്ങും, ബലമായിട്ടുള്ള നാര്. അപ്പോൾ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിച്ച് വിടും. പിരിച്ചിട്ട് പിന്നെ തിരുമും. അങ്ങനെ തലയ്ക്ക വരെ നാരാകുമ്പോൾ നമ്മൾ ഇങ്ങനെ പിരിക്കും. മൊത്തം പിരിച്ച് വിടും. പിന്നെ ഒരുക്ക് നിർത്തും. അതിനോടിടയ്ക്ക് നമ്മൾ ഇതിനകത്ത് പൊടിക്കമ്പ് കൊണ്ട് ഞാൻ മുമ്പ് കാണിച്ച കൂട്ട് അവിടെ കാണാതിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് ഇതിനകത്തൊരു സാധനമുണ്ട്, വെള്ളം കിട്ടിയേക്കുന്നത്. അത് നമ്മളിങ്ങനെ പിച്ചാത്തിക്കെടുത്ത് ഇങ്ങനെ കളയും. ഇതെൻ്റെ ചേനയെന്ന് പറയും. ഇതാണ് വെള്ളം പിടിച്ച് നിൽക്കുന്നത്. ഇപ്പം പോയി കഴിയുമ്പോഴാണ് ഇതിനടിയിലിരിക്കുന്നത് ഇങ്ങനെ പറ്റി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാ കതർപ്പിനകത്തു നിന്നും എടുത്ത് നമ്മളിത് കളയും. ഇത് കളഞ്ഞിട്ട് നമ്മൾ ഒരുക്കും. ഇങ്ങനെ നാര് മുറുകുമ്പം ഇത് ഒടിയേല, അല്ലെങ്കിൽ പടപടാന്ന് ഒടിയും. അത് കഴിഞ്ഞ് ബലമായി കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് ആദ്യം കറവെള്ളമായിരിക്കും. പിന്നെ തുള്ളിയായിട്ട് വീഴാൻ തുടങ്ങും. അപ്പോഴത്തേന് കള്ളിൻ്റെ ഇതാകും. പിന്നെ നമ്മൾ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിക്കും. അങ്ങനെ ഒരു 20 ദിവസം കഴിയുമ്പോഴത്തേന് അതിനിടയ്ക്ക് തണ്ട് പൊട്ടുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പൊടി ഇടിക്കുന്ന കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അകത്തെ ഇടിച്ച് കളഞ്ഞ പച്ചയുണ്ട്. ആ പച്ച ഇതിനിടയിൽ പച്ച വരും, കൂഞ്ഞിനോട് ചേർന്ന്. ആ പച്ച നമ്മൾ കമ്പിന് തന്നെ ഇടിച്ച് കളഞ്ഞിട്ട് കള്ളും ചുണ്ണാമ്പുവോ, അത് പനയുടെ കൊലയുടെ അനുസരിച്ചാണ്. ചിലപ്പോൾ കള്ളും മട്ടും ചുണ്ണാമ്പും കൂടെ വെക്കും. ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ തണ്ടി ചിലപ്പോൾ ചുണ്ണാമ്പ് തേക്കും, അല്ല ഉപ്പും ചുണ്ണാമ്പും പഠിച്ചേച്ച് തേക്കും. അത്രയൊക്കെ ഇറക്കലുണ്ട്. പിന്നെ കുറ്റി വെട്ടിയിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിടുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കെട്ടിപ്പൊറുക്കും. അത് കെട്ടിപ്പൊറുക്കുക വെച്ചാൽ നാരാകുമ്പോൾ തൊട്ട് കെട്ടിപ്പൊറുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കഥകളിക്കാരൻ്റെ വീട്ടിൽ ഇങ്ങനെ വെടിച്ച് നിൽക്കും. അപ്പോൾ നമ്മളിത് പിന്നെ ചെത്താനും പറ്റത്തില്ല, കലവിടാനൊന്നും പറ്റത്തില്ല. അപ്പം നാരാകുമ്പോൾ നമ്മൾ കെട്ടിപ്പൊറുക്കി താഴോട്ട് പോകും. തലയ്ക്ക വരെ കെട്ടും. അതിനിടയിൽ ഒരു കമ്പ് വെക്കും. ആ കമ്പ് വെച്ചിട്ട് നമുക്ക് കലവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 ദിവസം ഇടവിട്ട് ഓരോ വശത്തോട്ട്, ഈ 2 വശത്തോട്ടും പിരിക്കുന്നവരുണ്ട്. ഓരോ വശം പിരിക്കുക. അങ്ങനെ ഒരു 4-5 ദിവസം ഇടവിട്ട് 4-5 പിരിക്കുക. പിന്നെ തല്ലിക്കുടഞ്ഞ് കെട്ടി ഇടയ്ക്കിടയ്ക്ക് 5-6 ദിവസം കൂടുമ്പോൾ തല്ലിക്കുടഞ്ഞ് കെട്ടി ചെത്തിക്കൊണ്ടാൽ മതി, കാലത്തും വൈകിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ കള്ളിൻ്റെ പ്രാരംഭ നടപടി. തൊഴിലാളിയുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്ന കത്തിയാണ്. ആ കത്തി ഇതാണ്. ഈ കത്തിക്ക് നമ്മുടെ ഇവിടെ 3500-4000 രൂപയാണ് ഇതിൻ്റെ വില. അപ്പം ഇത് വൈക്കത്ത് കിട്ടും. വൈക്കത്തുനിന്ന് നമ്മൾ മേടിച്ചാണ് ഈ സാധനം. കൊലയുടെ തുമ്പ് മാത്രമേ മുറിക്കാൻ പറ്റുള്ളൂ. ഒരു ഈർക്കിൽ കണ്ടിച്ചാൽ പോലും ഇതിൻ്റെ വളഞ്ഞു പോകും. ചിരട്ടയില്ലേ, തേങ്ങാ ചിരട്ടയുടെ പുറകെ ചെത്തിയാൽ വളയരുത്. അതാണ് അതിൻ്റെ കണക്ക്. ഇത് നമ്മുടെ ഇവിടെയൊക്കെ അന്യം നിന്ന് പോയി, നമുക്കൊന്നും പണിയാനില്ല. ഇപ്പം വൈക്കത്ത് ഈ തെങ്ങുയത്തുകാരുള്ളതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് ഇത് പാലക്കാടിന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ നമുക്ക് പണിത് തരുന്നതാണ്. ഇതാണ് മലപ്പുറം കത്തി. ഇതിനെ കമ്പ് കെട്ടിക്കാനും ഇത് പൊളിക്കാനും ഇതിനകത്തുനിന്ന് വല എടുക്കാനൊക്കെയുള്ള കത്തിയാണിത്. ഇത് അത്ര മനോഹരമായിട്ട് ഉണ്ടാക്കിത്തരാം. ഇത് നമുക്ക് മാത്രമേ ഉണ്ടാക്കി തരുള്ളൂ. മറ്റാർക്കും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണിത്. ഇതിൻ്റെ കൂട, ഈ കത്തി സുരക്ഷിതമായിട്ട് നമ്മൾ വെക്കണം. ഭയങ്കര മൂർച്ചയുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കൂടെ തടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നുണ്ട്. പാലക്കാടൊക്കെ ചുറ്റൂരൊക്കെ അവരൊക്കെ തെങ്ങുകാരെല്ലാം പ്ലാസ്റ്റിക്കാണ്. ഇങ്ങനെ 2ആയിട്ട് ആണ് ഇതിൻ്റെ കൂടെ. ഇങ്ങനെ വെക്കും. പ്ലാവിൻ്റെയോ തേക്കിൻ്റെയോ ആണ്. ഇല്ലെങ്കിൽ പൊളഞ്ഞു പോകും. പൊളഞ്ഞു പോയാൽ കൂട് കയറാതെ വരും, ഈ കത്തി കയറാതെ വരും. അപ്പോൾ നമുക്ക് കുത്തിവിടാം. നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ഇടുകയും ചെയ്യണം. പണ്ട് കാലത്ത് ഇഷ്ടംപോലെ പനയും ചെത്താനും ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെങ്ങനെയാണ്? അവസാനം വെച്ചാൽ വേറെ തൊഴിൽ മാർഗ്ഗം ധാരാളം ഉണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ
പിന്നെ തൊഴിൽ സാധ്യത വേറെ ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ട കാര്യമില്ല. തന്നെയല്ല ഇപ്പം പഴയകാലത്ത് പറമ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ജനസാന്ദ്രത കുറവായിരുന്നു. അപ്പോൾ ആ പറമ്പിലെല്ലാം പന കാണും. ഇപ്പോൾ ഉള്ളവരെല്ലാം പന വെട്ടിക്കളി. അന്ന് ആന ഒക്കെ കുറവായിരുന്നു. പിന്നെ ആന വന്നപ്പോഴത്തേനെ പന വെട്ടി കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഈ തൊഴിലാളി ഇല്ലാതെ വന്നപ്പോഴത്തേനെ പറമ്പിൽ നിന്ന് വളം വലിക്കുന്നു പറഞ്ഞ് അങ്ങനെയും വെട്ടി. പിന്നെ ഞങ്ങളെയൊക്കെ അറിയാവുന്ന ആൾക്കാർ പിന്നെ നിർത്തിയേക്കുന്നു. പണ്ട് കാലത്ത് ചേട്ടനെ ഈ പന ചെത്ത് തുടങ്ങിയ ഒരു സമയത്ത് അന്ന് ചേട്ടൻ എന്തായിരുന്നു ഒരു കൂലി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? അന്ന് ഞാൻ ആദ്യം ചെത്തുമ്പോൾ എനിക്ക് അന്ന് 1 രൂപ ആണ് കിട്ടുന്നത്. 1 രൂപ എന്ന് വെച്ചാൽ ഒരു പനയ്ക്കോ? അല്ല, 1 ലിറ്റർ കള്ള്. 1 ലിറ്റർ കള്ളിന് 1 രൂപ. 10 ലിറ്ററിന്റെ 10 രൂപ. അത് പിന്നെ ഇപ്പം അതിന്റെ അവസ്ഥ എങ്ങനെയാ? ഇപ്പം ഞാൻ ഇപ്പം 60-70 രൂപ വരെ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം ഇവരുടെ കൂടെ ഉണ്ട്, കള്ളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ 50 രൂപയ്ക്കാണ് ഇപ്പം 5 വർഷമായിട്ട് 50 രൂപയ്ക്കാണ് കിട്ടുന്നത്. 1 ലിറ്ററിന് അപ്പൊ 50 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഞാൻ അതുപോലെ കള്ളം ഉണ്ടാക്കുന്നുണ്ട്. 10-100 ലിറ്റർ കള്ളൊക്കെ നമുക്ക് 15,000 രൂപ വെച്ച് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇവരെ ബുദ്ധിമുട്ടി. ഒരു ദിവസം നമ്മൾ 5,000 രൂപയ്ക്കുള്ള കള്ള് ഇത് കൊടുക്കുന്നുണ്ട് നമ്മൾ. ഉണ്ട്. അത് കഴിഞ്ഞ പിന്നെ ഇപ്പൊ ഞാൻ അടുത്ത ഏപ്രിലാണ് പുതിയ ഈ ഷാപ്പിന്റെ വർഷം തുടങ്ങുന്നത്. അപ്പൊ ഇവർ കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു 60 രൂപ 70 രൂപ ഇപ്പൊ ഉണ്ട് നിലവിൽ മറ്റുള്ളടത്ത്. അപ്പൊ അവരൊക്കെ 10-30-20 ലിറ്റർ ഒക്കെ കൊടുക്കുന്നുള്ളൂ. നമ്മളൊക്കെ ഇത് ഇത്ര മേടിച്ചിട്ട് ഇവരുടെ കച്ചവടം ഒക്കെ നോക്കണ്ടേ. നമ്മൾ അന്നേരം സ്ഥിരമായിട്ട് ഈ ഷാപ്പിൽ തന്നെയാണ് ഇത് കൊടുക്കുന്നത്? ഞാൻ ഈ ഷാപ്പിലല്ലായിരുന്നു. ഞാൻ TS നമ്പർ 3 ബ്ലാംബ എന്ന് പറഞ്ഞ ഷാപ്പിലായിരുന്നു. എൻ്റെ പേര് സിബി. ഞാൻ നന്ദാവനം ടൂഡി ഷോപ്പിലെ തൊഴിലാളിയാണ്. ഒരു 40 വർഷമായിട്ട് ഈ ഷാപ്പ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ഫാദർ ചെറിയ രീതിയിൽ ഷാപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചെറുപ്രായത്തിൽ നിന്ന് ഷാപ്പിൽ ഞാൻ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കള്ള് അന്ന് തൊട്ട് ഈ കള്ളിനെ കുറിച്ചും കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. കള്ളിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് പ്രകൃതിദത്തമായി കിട്ടുന്ന ഏറ്റവും നല്ല മദ്യം എന്ന് പറഞ്ഞാൽ കള്ള് മാത്രമേ ഉള്ളൂ. ഇത് പനയുണ്ട്, തെങ്ങുണ്ട്, പിന്നെ കരിമ്പനയുണ്ട്. ഏറ്റവും നല്ല കള്ളെന്ന് പറഞ്ഞാൽ തെങ്ങും കള്ളാണ്. രണ്ടാമത് പനങ്കള്ള്. പനയെന്ന് വീഴുന്ന സാധനം മധുവാണ്. അതിന് ആൽക്കഹോൾ ഇല്ലാത്ത സാധനമാണ് കള്ള്. അത് രാസപ്രവർത്തനം നടത്തിയാണ് കള്ള്. പിന്നെ കള്ളിരിക്കും തോറുമാണ് കള്ളിന് ലഹരി കൂടുന്നത്. സർക്കാർ അംഗീകരിക്കുന്ന 4%, പനങ്കള്ളി 4, തെങ്ങിനൊക്കെ 6-7 ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ സർക്കാർ നടപടിയെടുക്കും ഞങ്ങളുടെ പേരിൽ. മലമ്പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ കള്ളൊക്കെ ആണെങ്കിൽ 10-12% കള്ളിന് ലഹരിയുണ്ട്. ഇത് ശരിയായ രൂപത്തിൽ അതേ രീതിയിൽ കുടിക്കുവാണെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല. പിന്നെ മറ്റുള്ള ആൽക്കഹോളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള കള്ളുഷാപ്പല്ല. ഈ ഓലം കരകെട്ടി അതുപോലെ തന്നെ ഈ മറച്ചു വെച്ച് റബ്ബറിൻ്റെയൊക്കെ അലവ് കൊണ്ടൊക്കെ അടിച്ചുള്ള കള്ളുഷാപ്പുകളാണ്. ഇന്നിപ്പോൾ ആധുനിക രീതിയിലുള്ള പുതിയ പുതിയ മോഡലുകളിലാണ് കള്ളുഷാപ്പുകളാണ്. അന്ന് കാരണന്മാർ ഈ കള്ളടിക്കാൻ വൈകുന്നേരമാണ് കൂടുതലായിട്ട് വരുന്നത്. അത് രാവിലെ തൊട്ട് പണിയെടുക്കുക, വയ്യാറാകുമ്പോഴത്തേനും അവർ വന്ന് 2-3 കുപ്പി കള്ളടിക്കുന്നു. വയോടിന് സ്ഥലം കാന്താരിയൊക്കെ പറിച്ചുകൊണ്ട് വരിക, അത് കഴിച്ച് അങ്ങ് പോകുന്നു. ഇന്നിപ്പോൾ ഒരു പ്രധാനമായിട്ട് എല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മദ്യപിക്കുന്ന ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. ബ്രാൻഡി അടിച്ചേച്ച് വയ്യാറാകുമ്പോൾ ചെല്ലുമ്പോഴത്തേനും ഇരട്ടി ഭക്ഷണം കഴിക്കും. അത് പല കൊളസ്ട്രോൾ അതുപോലുള്ള പല അസുഖങ്ങൾക്കും കാരണമാകുന്നു. ഉച്ചയ്ക്ക് അന്നത്തെ കാരണന്മാർ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കും. കള്ളടിക്കുന്നതുകൊണ്ട് ലഘുഭക്ഷണം മതി വൈകിട്ട്. അന്ന് ഇന്നത്തെ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഇന്നിപ്പം ലിക്കറടി തുടങ്ങിയപ്പോഴാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായത്. ഈ പന ചെത്താൻ അതിന് പ്രത്യേകിച്ച് ലൈസൻസോ ഗവൺമെന്റ് അംഗീകൃതം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉള്ളതുണ്ടോ? അത് അബ്കാരികളുടെ അനുവാദം വേണം. അബ്കാരികൾ സമ്മതിക്കണം. അല്ലെങ്കിൽ അവർ പരാതിപ്പെടുക. നമ്മൾ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ഒരു പന കയറി ചെത്താൻ പറ്റത്തില്ല. അങ്ങനെ കേസാകും. വെച്ചിസേർ വന്ന് അവർ പരാതിപ്പെടും, പിടിക്കും. അത് ശിക്ഷയാണ്. അത് ഒരു അബ്കാരി പറയുക എന്റെ തൊഴിലാളിയാണ്, പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും കയറി ചെത്താം. പണ്ടൊക്കെ ഇതുണ്ടായിരുന്നു, ബൗണ്ടറി ഉണ്ടായിരുന്നു, ഏറിയ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല, ആളില്ലാത്തോണ്ട്. ഞാനിപ്പോ നമ്മുടെ ചെറുക്കടവില് ചെത്തിയിട്ടല്ലേ വരുന്നത്. ഇവിടെ വേറെ എത്തുകാരെ, ചെറുക്കട വേറെ എത്തുകാരായിരുന്നു. ആളില്ലാത്തോണ്ട് നമുക്ക് ഇവിടുത്തെ ആള് പിരിഞ്ഞു പോയപ്പോ ഇവിടെ ആളില്ല. അപ്പൊ ഇവിടെ നല്ല കള്ള് കൊടുത്താൽ ഇവിടുത്തെ ആൾക്കാർ കുടിക്കും. അപ്പം ഇങ്ങോട്ട് എന്നെ ആക്കി. ഇവിടെ അവിടെയും കൂടെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അവിടെ വേറെ നമുക്ക് ഒരു പന ചെത്താൻ പ്രായം ഏകദേശം എന്ത് പ്രായത്തിലായിരിക്കും നമുക്ക് അതിന് ചെത്താറാണ്? നമ്മളൊരു പന കുഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ലപോലെ ഇച്ചിരി ചാരമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 10 വർഷം ആകുമ്പോഴത്തേക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, പന കുഴിച്ച് വെച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. എന്റെ പറമ്പ് ഞാൻ കുഴിച്ച് വെച്ച ചേട്ടൻ കുഴിച്ച് വെക്കാറുണ്ട്. ഉള്ള പന ആൾക്കാർ വെട്ടിക്കളയുന്നത്. നമുക്ക് പണി അറിയാവുന്നതുകൊണ്ട് ചേട്ടൻ പന കുഴിച്ച് വെച്ചിട്ട് 3ാം തലമുറയിലെ ആ പന. 3ാം തലമുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കുറച്ച് തീർന്നു, അടുത്ത നേരം വെച്ചു, അത് കുറച്ച് തീർന്നത് അടുത്തത്. അങ്ങനെ പറയുമ്പോ ഞാനൊരു 1/4 പറമ്പ് നിറച്ച് പന കുഴിച്ച് വെച്ചിട്ടുണ്ട്. പന കുഴി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. പന ഒത്തിരി തീർന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പം പുതിയ പിന്നെ ഈ
കുഴിച്ച് വെച്ച് ആ. ഉള്ള നമുക്ക് നമ്മുടെ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് ഒരു ആദായം 10 വർഷം ആകുമ്പോഴത്തേന് 10 വർഷം കൊലയ്ക്കും. ആദ്യത്തെ കൊല രണ്ടാമത്തെ കൊല പോകും. അത് ചെറുതായിരിക്കും, നീളമില്ല. പിന്നെ മൂന്നാമത്തെ കൊല ഒരു കൊലിക്കും. ചിലതൊരു 10 വർഷമൊക്കെ ചെത്താം, ചിലത് 6-7 വർഷം. അതിന് കൈയുടെ അനുസരിച്ചും ആണ്. ചൂടലിലൊക്കെയാണ് കൈ കുറവായിരിക്കും. നല്ല വെളിച്ചമാണെങ്കിൽ ഒരുപാട് കൈ കാണും, ആദ്യം പന പൊങ്ങുകയാണ്. അപ്പൊ 2-3 കൈയുടെ ഇടയിൽ നിന്ന് ഒരു കൊലയാടി വരുന്നത്. അതിനെ നമ്മൾ പിന്നെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ പല പരുവത്തിലാണ് കേട്ടോ പൊളിക്കുന്നത്. അതായത് നമ്മൾ ഇത് പൊട്ടിച്ചാടട്ടെന്നും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ചിലത് ഇങ്ങനെ നീണ്ടു വരുമ്പോൾ ഒരു വെള്ളപ്പോള എന്ന് പറഞ്ഞ സാധനം വരും. അത് കാണുമ്പോൾ നമ്മൾ പൊളിക്കും. അത് എളുപ്പത്തിൽ പൊളിക്കണം. ചിലത് ഏറെക്കുറെ നിറഞ്ഞ പരുവത്തില്, ചിലത് പൊട്ടിച്ചാടി കഴിഞ്ഞു. പനയുടെ ഇനത്തിന്റെ അനുസരിച്ച് അത് കണ്ട് നമ്മൾ ചിലപ്പോൾ 2-3 കൊലയൊക്കെ ഒരുക്കി കഴിയുമ്പോഴായിരിക്കും നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ അപ്പൊ ഈ കൊല എന്ന് പറഞ്ഞാൽ എത്ര കൊല വരെ ഒരു പന അങ്ങനെ അത് കൈയുടെ അനുസരിച്ച് ഒരു 10-15-20 കൈയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ കൈക്ക് ഓരോ കൊല വരും. 2 കൈയുടെ ഇടവരി 2 കൈയുടെ ഇടയ്ക്കൂടെ ഒരു കൊല വരുവാണ്. നമുക്ക് ആവറേജ് ഒരു പനയിൽ നമുക്ക് എത്ര ലിറ്റർ കള്ള് വരെ നമുക്ക് കിട്ടും? അത് നല്ല പനയൊക്കെ ആണെങ്കിൽ ഒരു 30 ലിറ്റർ വരെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഒരു ദിവസം? രാവിലെ വൈകുന്നേരം 2 നേരം അല്ലേ ചേത്താ? 2 നേരം. ശരാശരി ഒക്കെ ഒരു 15 കണക്കൂട്ടിയാൽ മതി. ഈ പന ചെത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് 1.5 ദിവസം ഇടവിട്ടാണ് എല്ലാ തുടർച്ചയായിട്ട് ദിവസങ്ങളിലാണ്. നമ്മൾ ആദ്യം കൊല പൊളിച്ച് കഴിഞ്ഞ് 4-5 ദിവസം കഴിയുമ്പോൾ ബിച്ച് കിട്ടും. ബിച്ച് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ തിരുമും. അപ്പോഴത്തേനെ ഇത് വളരെ നോർമലാണ്. നമ്മൾ നോക്കിയില്ലെങ്കിൽ ഒടിഞ്ഞു പോകും, പടപടാന്ന് ഒടിഞ്ഞു പോകും. അപ്പൊ അല്ലാതെ ഒടിഞ്ഞു പോകുന്ന ഒരു കതർപ്പില്ലേ, കതർപ്പെന്ന് പറയുമ്പോ ഇങ്ങനെ കിടക്കുക. അതിങ്ങനെ തിരുമ്പി വരുമ്പോഴത്തേ നമ്മുടെ വശമില്ലാത്തവരാണ് ഇവിടെ മറ്റം ഒടിഞ്ഞു പോകും. അപ്പൊ ഓരോ കതർപ്പ് എടുത്ത് നമ്മൾ തിരുമുന്നുണ്ടോ? അത് 300-400 കതർപ്പില്ലേ, ഓരോന്നും എടുത്ത് തിരുമണം. ഓരോന്നും എടുത്ത് തിരുമണം. അങ്ങനെ തിരുമിയ ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുറിക്കാറാകും. അപ്പൊ ഇവിടെ അറ്റം കണ്ടിച്ചു കളയും. അല്ലെങ്കിൽ ചിലതിന് അറ്റത്തൊന്നും ആരും മേലോട്ട് കയറിയാൽ കിട്ടത്തില്ല. അപ്പൊ അന്നേരം ഇവിടുന്ന് പതുക്കെ നാര് ഇറങ്ങി വരാൻ തുടങ്ങും. നാര് മുറി കഴിയുമ്പോൾ പിന്നെ ഓടിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിരിച്ചിട്ടാണ് ഒരുക്കുന്നത്. ഇങ്ങനെ ഇറങ്ങി വരും നമുക്കറിയാം. അത് 5-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഇവിടെ നാര് ആരംഭം. അപ്പൊ നമ്മൾ കണ്ടിക്കും. അത് കഴിഞ്ഞ കുറെ ദിവസം നാരിങ്ങനെ നടക്കും. നാരിറങ്ങിയതനുസരിച്ച് നമ്മൾ ഇടംബലം പിരിച്ചു കൊടുക്കും. ഇടംബലം പിരിച്ച് അങ്ങനെ തലയ്ക്ക് നാര മുറി കഴിയുമ്പോൾ തന്നെ കല വിടുന്നത്. അന്നേരം പിന്നെ ഇറങ്ങി വരും. അപ്പൊ അതിനെ ഓടിയത്തില്ല. നമ്മൾ കിടന്ന് തൂങ്ങിയാൽ പോലും ഓടിയത്തില്ല. അങ്ങനെ എന്നിട്ട് പിന്നെ അതിനകത്ത് വേറെ ചില പണികളൊക്കെ ഉണ്ട്. പിന്നെ ഈ തണ്ടയിലെ കിഴത്ത കിഴിച്ചിട്ട് ഉപ്പ് വാരി ഇടുക. തണ്ടയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊലയിലാണോ? ഇങ്ങനെ തണ്ട നിൽക്കുക, അതിന്റെ മേളിൽ ഒരു കിഴത്ത കിഴിക്കും. അതായത് അതിന്റെ മുകളിൽ ഇങ്ങനെ ചെറിയൊരു തുള തുറയ്ക്കും. ഇതിന് ശക്തി കുറയ്ക്കാൻ വേണ്ടിയാണ്. ചിലതിന് ഭയങ്കര ശക്തിയായിരിക്കും. അപ്പൊ വെള്ളക്കോളം ഉള്ളപ്പോഴൊക്കെ ആകുമ്പോൾ അപ്പൊ ആ വെള്ളക്കോള് കുറയ്ക്കാൻ വേണ്ടി ഈ ഉപ്പിടും. ശക്തി എന്ന് പറഞ്ഞാൽ ഇതിന്റെ വളർച്ച കുറയ്ക്കാൻ വേണ്ടിയാണ്. അല്ല, ഇവന് ഭയങ്കര ഇത് വരുമല്ലേ, ടെമ്പർ കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും നമ്മുടെ കൈക്കകത്ത് തിരുമോ ഇത് പൊട്ടും. 2 വശത്തോട്ട് ഉപ്പിന്റെ ശക്തി കൊണ്ട് എന്നിട്ട് വെള്ളമാണ്. പിന്നെ എടുത്ത് കളയും. വെള്ളം കഴിയുമ്പോൾ വേറെ വെള്ളം, കറവെള്ളം വരും. ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഉപ്പ്? ഇപ്പൊ നമ്മളൊരു കുറ്റി ഇരിക്കുകയാണ്, ചില വലിയ പണിയാണ്, പല്ല് ഇതല്ലേ, അപ്പൊ അതിന്റെ അനുസരിച്ച് ഇരിക്കും. ചിലപ്പോ ഒരു കൈ വാരി ഇടും. അത് നോക്കിയിടണം. ഇല്ലെങ്കിൽ കണ്ടവനം ഇതായി കഴിഞ്ഞാൽ ചിലപ്പോൾ തളർന്നു പോകും. പനയുടെ ഒക്കെ അനുസരിച്ചാണ്. ചേട്ടാ, ഈ കള്ളി എത്താൻ പോകുന്ന ആളുടെ ഒരു പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് അതെങ്ങനെയാ? പ്രയാസം എന്ന് പറയുമ്പോൾ പഴയ കാലത്തൊക്കെ ഒരു ചെത്തുകാരൻ്റെ കൂടെ ഒരു പെർമനന്റ് തൊഴിലാളിയുടെ കൂടെ ഒരു കയ്യാളായിട്ട് 4-5 പേര് കാണും. ഒരു പ്രധാന ആളുടെ കൂട്ടത്തില് എൻ്റെ അച്ഛൻ്റെ ഒക്കെ കൂടെ 6-7 പേരുണ്ടായിരുന്നു. അന്ന് പാളയ്ക്കകത്താ കള്ളു കൊണ്ടത്. പാള തയ്ക്കാൻ വരെ ആളുണ്ട്, തയ്ച്ചു കൊടുക്കാന്, ഏണി കെട്ടാന്, അതൊക്കെ അവരങ്ങ് ചെയ്തോളുമായിരുന്നു. ഇന്ന് ആരങ്ങ് ആളില്ല. ഒരു തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഞാനൊരു തൊഴിലാളിയാണ്. ആ ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണം, മറ്റൊരാൾ വരാനില്ല, നമുക്ക് സഹായിക്കാൻ വരാളില്ല. ഈ ചെത്തെന്ന് പറയുമ്പോഴത്തേന് എന്നും കാലത്തും വൈകിട്ടും കയറി ചെത്തണ ഉച്ചയ്ക്ക് ഒരുക്കണം. അപ്പൊ അതിന് ഒരു ആളില്ലെങ്കിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പൊ ഒരു പനി വന്നു കഴിയുമ്പോഴത്തേന് പനിയുടെ ആരംഭം കാണുമ്പോഴേ നമ്മൾ ഗുളിയൊക്കെ തിന്നച്ചായിരിക്കുന്നത്. അത് ഇതാ കയറിയ അല്ല വേറെ ആരും ഇല്ല, അറിയാവുന്നവരില്ല. അങ്ങനൊക്കെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അത് അച്ഛനോ അമ്മയോ മരിച്ചു, കല്യാണം, നമ്മുടെ ബന്ധുക്കാരും മരിച്ചു, അവിടെയൊക്കെ നമ്മൾ ചിലപ്പോ ഈ രാത്രി കാലങ്ങളിലെങ്ങനെ പോയിട്ട് വരണം. പകൽ അതിനകത്തൊന്നും കൂടാൻ പറ്റത്തില്ല. എന്റെ അച്ഛനൊക്കെ മരിക്കുമ്പോഴൊക്കെ ഞാൻ ചെത്തിയച്ചാ പോയി കർമ്മം ചെയ്യുന്നു. ആ ഒരു അവസ്ഥയുണ്ട്.
അപ്പൊ ഞങ്ങളെ എന്തൊക്കെ പിന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അവസാനത്തെ ആൾക്കാർ ഞങ്ങളാണ്. പുതിയതായിട്ട് ഒരുത്തരും വന്നിട്ടില്ല. ഞാൻ പലരോടും പറയുന്നുണ്ട്. പണ്ട് യൂണിയനിൽ ചേർക്കുമായിരുന്നു. അപ്പൊ യൂണിയനിൽ ചേർക്കുമ്പോൾ വലിയ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ ഞാനിപ്പം 12ാമത്തെ വർഷം പഠിച്ചത്. ആ 12 വർഷം കൊണ്ട് എനിക്കൊരു 12 ലക്ഷം രൂപ വേണേൽ സർക്കാരിൽ നിന്ന് കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള കള്ളിന്റെ വരുമാനം അനുസരിച്ച്. പക്ഷെ യൂണിയൻകാർക്ക് ഇപ്പം താല്പര്യമില്ല. അവർക്ക് ഇപ്പൊ അബ്കാരി ഇച്ചിരി പൈസ കൊടുക്കുക, അതുകൊണ്ട് അവർ പോകും. അതിന് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം കള്ള് വരാനുള്ള മാർഗങ്ങളുണ്ട്. പണ്ട് നമ്മൾ ചെത്തിയ കള്ളയെ കിട്ടൂല. ഇപ്പൊ പാലക്കാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് ഷാപ്പ് തുറന്നു വെച്ചാലും അവർക്ക് കള്ള് കൊടുക്കും. അപ്പൊ അന്നേരം തൊഴിലാളി വേണ്ട, യൂണിയൻകാരൻ രാഷ്ട്രീയക്കാരൊന്ന് കാശ് മേടിച്ചോണ്ട് പോകും. അത് കാരണം പിന്നെ ആരും ഈ രംഗത്തേക്ക് വരത്തില്ല. ഞാനൊക്കെ യൂണിയൻ ചേർന്ന് പ്രായം കൂടി പോയി ഓരോരോ ഇപ്പൊ യൂണിയൻ ഉണ്ടോ? ചെത്തുകാർക്ക് യൂണിയൻ ഉണ്ടോ? യൂണിയൻ ഉണ്ട്. ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് അതിന്റെ അത്ര ആനുകൂല്യം കിട്ടുന്നില്ല. ഇല്ല, നമുക്ക് യൂണിയൻ ഇല്ലാത്തത് ആനുകൂല്യമൊന്നുമില്ല. ഇല്ല. അല്ലെങ്കിൽ 1 ലിറ്റർ കള്ളിനും ഈ ഭീമമായ 4000-5000 ലിറ്റർ അതിന്റെ കണക്കെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു യൂണിയൻകാരൻ അത്രയും അളന്നു കഴിഞ്ഞത് പിറ്റേ ദിവസം 1 ലിറ്റർ അളന്നാല് ഇവന് അവകാശങ്ങൾ ഉൾപ്പെടെ DA എല്ലാം കൂടെ കൂട്ടി കൊടുക്കണം. കള്ളം ഉണ്ടാക്കുന്ന പിന്നെ തൊഴിലാളിയെ യൂണിയൻ ആയാല് ഷാപ്പുകാർക്ക് പ്രയോജനമുണ്ട്. ചേട്ടാ, ഇപ്പം ചേട്ടൻ ശരാശരി എത്ര ലിറ്റർ കള്ള് ചെത്തുന്നുണ്ട്? ഒരു 100 ലിറ്റർ അടുത്ത് വരുന്നുണ്ട്. ഒരു ദിവസം 100 ലിറ്റർ? കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് എന്നും 100 അടക്കാൻ പറ്റാം. ചിലപ്പോൾ 98 ആയിരിക്കും, ചിലപ്പോൾ 110 ആയിരിക്കും. അത് കാലാവസ്ഥാ വ്യതിയാനം പോലെ. ശരാശരി 100 ലിറ്റർ കള്ള് അളക്കുന്നുണ്ട്. ചേട്ടൻ ഒരു ദിവസത്തെ വരുമാനം എങ്ങനെയാ? നമുക്കൊരു 5000 രൂപ കിട്ടും ഒരു ദിവസം കിട്ടുന്നുണ്ട്. അതൊരു മോശം വരുമാനം അല്ലല്ലോ. അതിനകത്ത് ചെലവൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഇതിന്റെ പനയുടമയ്ക്ക് 5 രൂപ വെച്ച് 1 ലിറ്ററിന് വെച്ച് കൊടുക്കും. അത് പിന്നെ മേടിക്കുന്നവരും ഉണ്ട്, മേടിക്കാത്തവരും ഉണ്ട്. ഭൂരിപക്ഷം ആൾക്കാരൊക്കെ അങ്ങനെ മേടിക്കത്തില്ല. അവിടെ ബുദ്ധിമുട്ട് കാര്യമൊക്കെ അറിയാവുന്നുണ്ട്. പിന്നെ ബാക്കി ഏണിയ, പിന്നെ നമ്മുടെ വണ്ടി ഓടുമ്പോ ഇത്രത്തെ ചെലവ്, അങ്ങനെയുള്ള ചെലവുകളെല്ലാം കൊടുത്ത് വരുന്നുണ്ട്. എന്നാലും അതിൽ ഒരു 5000 രൂപ നമുക്ക് ഒരു ദിവസം. പിന്നെ അത് എന്നും എല്ലാ 365 ദിവസം കൂട്ടാൻ പറ്റത്തില്ല. ചിലപ്പോ ഈ വലിയ മഴയൊക്കെയാണ്, ചിലപ്പോ അന്നേരം ഈ കള്ള് കാണത്തില്ല. എന്നെ സംബന്ധിച്ച് കള്ള് കുറയും. പണിയാ പുതിയ കൊല്ല പണിയത്തില്ല. പഴയ കൊല്ല തീരുമ്പോ പുതിയ കാലാവസ്ഥ നോക്കിയിരിക്കണം. പക്ഷെ പിന്നെ നമ്മൾ അതുപോലെ ബുദ്ധിപൂർവ്വമായിട്ട് ചെയ്യുകയാണ്, അങ്ങനെ വരത്തില്ല. എനിക്ക് ഇവിടെയൊക്കെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ബുദ്ധിപൂർവ്വമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് വളരെ അത് നോക്കി ശ്രദ്ധിച്ച്, അതായത് കാലാവസ്ഥയൊക്കെ അങ്ങനെ ആണെങ്കിലും നമ്മൾ അതിനകത്ത് പടുതായി ഒക്കെ വരിച്ചു കിട്ടി. ചിലർക്ക് മടിയാണ്. പിന്നെ അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചെത്തുകാരെന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം അമിതമായിട്ട് കള്ളടിക്കുന്നവരാണ്. ഈ കള്ളടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി നടക്കുക, കൈ കൊഴിയും. അപ്പം പറയും നാളെ ആട്ടം. അപ്പൊ നാളെ ഇത് തന്നെ ആയിരിക്കും രാവിലെ പരിപാടി. അങ്ങനെ ആകുമ്പോൾ അത് 2 ദിവസം കഴിയുമ്പോൾ പോകും. ഞാൻ കള്ളു കുടിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ വൈകുന്ന പാടെ കള്ളു കുടിക്കുള്ളൂ. രാവിലെ ഒന്നും കുടിക്കത്തില്ല. രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ പണി നടക്കത്തില്ല. പിന്നെ അതുപോലെ പിന്നെ ഈ ആഘോഷമായിട്ടുള്ള പരിപാടിക്കൊക്കെ പോകുന്നവർക്ക് ഇത് പണി പറ്റുകയില്ല. നമ്മളിത് തന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കണം. ചില പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടേ പോലും നമ്മളിത് തന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കണം. അപ്പൊ ഞാനിത് മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. ഞാൻ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം, ഒരു സാമൂഹിക പ്രവർത്തനം കൂടി കേട്ടോ. അങ്ങനെ സഞ്ജീവിയുടെയൊക്കെ സജീവ പ്രവർത്തനം സമയം കണ്ടെത്തും. എന്നാലും ഈ പണി കഴിഞ്ഞേ പോകുള്ളൂ, അടുത്ത പണിക്ക് പോകുള്ളൂ. ഇത് നമുക്ക് ഇത്ര പൊക്കത്തിലുള്ള ഈ പന കയറി ചെത്തുന്നത് നല്ല റിസ്ക് ഉള്ള ഒരു പരിപാടിയല്ലേ? അതെ, അത് വെച്ചാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇടിയാണ് ഏറ്റവും വലിയ വിഷയം. മഴക്കാലത്ത് നമ്മൾ ഈ ഇടി എവിടെ ഉണ്ടെങ്കിലും പനക്കിട്ടേക്കും. നല്ല പൊക്കമുള്ളതാണ്. അപ്പം അതിന് അല്പായുസായി പന സത്യത്തില്. അതിനകത്ത് വെള്ളം നിൽക്കിയല്ലേ, ആ വെള്ളത്തിന്റെ അവിടെ വെച്ച് കിട്ടുമ്പോൾ ഇത് പൊട്ടിക്കീറിയിട്ട് പിറ്റേ ദിവസം മറിഞ്ഞു പോകും. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പനയെന്ന് ഇറങ്ങി കഴിഞ്ഞ് പകുതിക്കലായപ്പോ ഒരു ഇടി വിട്ടി, ശ്രദ്ധിച്ചില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ മരം വഴി ഇറങ്ങി വരിക, താഴെ വരാറായപ്പോഴാണ്. പിറ്റേ ദിവസം നോക്കിയപ്പോ എല്ലാം പ്ലാവ് വഴിയായിരുന്നു. പ്ലാവ് എണി വെച്ചിരിക്കുന്നു. അത് പൊട്ടിക്കീറിയെല്ലാം ഇരിക്കുന്നു. പനക്കൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞു. കയറി നോക്കിക്കഴിഞ്ഞാൽ പനയുടെ കല ഒഴിച്ചപ്പോൾ വെടിമരുന്ന് പോലുള്ള മണം വരുന്നു. 2-3 ദിവസം കൊണ്ട് പന മറക്കും. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. മദ്യപിച്ചേച്ച് കയറാൻ പറ്റത്തില്ല. പിന്നെ കാലയിലെ പയ്യോ മണ്ണോ അല്ലെങ്കിൽ നമ്മൾ വേറൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു വള്ളി ഉറുക്കുന്ന വഴി പൊട്ടിപ്പോയാൽ മതി, പുറകോട്ട് പോയാൽ പോയി. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിച്ചു. നല്ല റിസ്ക് ഉള്ളൊരു പണിയാ ഇത്. വലിയ കോമ്പറ്റീഷൻ ഉള്ള ഒരു രംഗമല്ല ഇത്, ആളില്ലാത്തതുകൊണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പുറകോട്ട് മാറി നിന്നത്, മറ്റു തൊഴിൽ പഠിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അവിടെ ആളില്ലാതെന്നപ്പോഴാണ് ഞങ്ങൾ ഈ തൊഴിലേക്ക് കയറി. ഇപ്പോൾ ഇത് നല്ല വരുവാണ്. എൻ്റെ വീടൊക്കെ സുഭിക്ഷമായിട്ടാണ് കഴിയുന്നത്. അത് കുഴപ്പമില്ല. ഈ രംഗത്ത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ചെത്തുകാരനെ സംബന്ധിച്ച് അന്നന്ന് ഷാപ്പുകാരൻ കാശ് കൊടുക്കണം. പിറ്റേ ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് അന്നന്നുള്ള പൈസ കിട്ടി കൃത്യമായിട്ട് തന്നാൽ നമുക്ക് സന്തോഷമുണ്ട്. അത് തന്നെയല്ല, നമ്മളും ഓണറുമായിട്ട് അബ്കാരിയായിട്ട് നല്ല ഇതാണെങ്കിൽ അവർ നമ്മളെ സഹായിക്കും. നല്ല ഇതൊക്കെ ആൾക്കാർ ഇപ്പം അങ്ങനെയൊക്കെ സഹായിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഓണറാണെങ്കിലും നമ്മൾ പറയുന്ന പൈസ വേണമെങ്കിൽ തരും. ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ. ഒരു തൊഴിലാളിയെ കുറച്ചുകൂടെ കാര്യക്ഷമതയോടെ ഇവരൊക്കെ സംരക്ഷിച്ചാൽ മറ്റുള്ളവരൊക്കെ ചിലപ്പം പിന്നീട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാലാകാലങ്ങളിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അധികാരികൾ ഈ തൊഴിലിനെ
പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സമീപനം എടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഇത് അന്യം നിന്ന് പോകും. ഇന്ന് കേരളത്തിൽ അബ്കാരി രംഗത്താണ് നമ്മുടെ തനത് വരുമാനമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുടെ ഫണ്ടുകളാണ്. പ്രൊവിഡൻറ്റ് ഫണ്ട് അതുപോലുള്ള ഫണ്ടുകൾ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജനാവിലുണ്ട്. ഞാൻ എൻ്റെ അച്ഛനെ പനയെന്ന് വീണ് അപകടം പറ്റിയതായിരുന്നു. അത് കഴിഞ്ഞ് ആ ഫണ്ട് പിന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് മേടിക്കാനൊന്നും പോയിട്ടില്ല, അതൊക്കെ പോയില്ല. ഈ ഒരാൾ വീണ് അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ യൂണിയൻകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അവർ അടുത്ത ആളിനെ നോക്കി പോകും. അങ്ങനെ പോയാണ് ഈ തൊഴിലിൽ നിന്ന് ഒത്തിരി പേര് മുന്നോട്ട് പോയത്. അത് തന്നെയല്ല, ഇപ്പം കേരളത്തിൽ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. കൊല്ല സൈഡിലാണെങ്കിലും ഒക്കെ അവിടെയൊക്കെ നല്ലപോലെ കള്ള് കിട്ടുന്ന സ്ഥലം. അവിടെയൊന്നും ആർക്കും പണി അറിയത്തില്ല, അതിന് പ്രോത്സാഹനം കൊടുക്കുന്നുമില്ല. ഇപ്പം കേരളത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം മലബാർ ഏരിയയിൽ കുറേ ഉണ്ട്. പിന്നെ കോട്ടയം ജില്ലയിൽ പാലായ, മീനച്ചിൽ, പൂരത്തോട്, മുക്കുട്ടറ, നമ്മുടെ കാഞ്ഞിരപ്പള്ളി, പാമ്പാടി, പള്ളിക്കത്തോട്, ഇത്ര സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ ഇത് വ്യാപകമായിട്ടുള്ളത്. ഒരു പന നമ്മൾ ചെത്തിയെടുത്ത ആ പനങ്കള്ളെന്ന് പറയുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാലേ അതിനെപ്പറ്റി മനസ്സിലാവുകയുള്ളൂ. രാവിലെ നല്ലൊരു ചെത്തുകള്ളാണെങ്കിൽ 2 ഗ്ലാസ് കുടിച്ചാൽ നല്ല ആരോഗ്യവും നല്ല ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ മധുരക്കള്ളെന്ന് പറയുമ്പോൾ നമ്മൾ പനിയാക്കി എടുത്തു കഴിഞ്ഞാൽ കുടിച്ചാൽ അതുകൊണ്ട് ശരീരത്തിനൊക്കെ സുഖമുണ്ട്, ശരീരം നന്നാവുകയും ചെയ്യും. പക്ഷേ മൂത്ത് കഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. മൂത്ത് കഴിഞ്ഞ് കുടിച്ചാൽ പൂസാകും. അതുപോലെ തന്നെ നമുക്ക് ഇത് പാനിയാക്കി എടുക്കുന്നൊരു സംവിധാനം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതിന് നല്ല വിലയും കിട്ടും. അതായത് പുത്തൻകലത്തിൽ നമ്മൾ നേരിട്ട് കള്ള് വീഴുക, ആ കള്ളെടുത്ത് നമ്മൾ അടുപ്പേ വെച്ച് കുറുക്കി പാനിയാക്കും. അതായത് വീടുകളിലൊക്കെ പാട്ടം കൊടുക്കുന്നത് പങ്കുകളിലാണ്. 3 ഒരു ദിവസത്തെ കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ ഈ പനങ്കൊല ചെത്തിക്കഴിഞ്ഞാൽ ആദ്യം ഒരു കറവെള്ളം വീഴും. അത് കഴിഞ്ഞ് നല്ല മധുരക്കള്ള കണ്ണീര് പോലിരിക്കും. ആ കണ്ണീര് പോലിരിക്കുന്ന കള്ളാണ് നമ്മുടെ പാത്രത്തിൽ വീണ് കഴിഞ്ഞിട്ട് അതിന് ലഹരിയും മധുരവും ഉണ്ടാകുന്നത്. നല്ല വൃത്തിയായ കല ഇടുകയാണെങ്കിൽ നല്ല പഞ്ചസാര കലക്കി കൂട്ടിരിക്കും. അത് കഴിഞ്ഞാണ് അത് പതുക്കെ മൂത്ത് വരുന്നത് ഈ അന്തരീക്ഷത്തിൽ വന്നു കഴിയുമ്പോൾ. ആദ്യത്തെ കുടിക്കാൻ ഞങ്ങളൊക്കെ പിള്ളേരായിരുന്ന കാലത്ത് ചെറുപ്പത്തിൽ എടുത്ത് കുടിക്കുമായിരുന്നു. നല്ല ഇതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ലഹരിയായി കഴിയുമ്പം ഈ മറ്റ് വിദേശ മദ്യം കുടിക്കുന്നതിലും കുറച്ചുകൂടെ ശരീരത്തിന് സുഖം കിട്ടും കള്ള് കുടിച്ചാൽ. രാവിലെ നമ്മൾ എടുക്കുന്ന കള്ള് ഉച്ച വരെ ഇളവനായിട്ടിരിക്കും. ഉച്ച കഴിയുമ്പോൾ അത് മൂക്കും. അതാണ് മൂത്ത കള്ളെന്ന് പറയുന്നത്. ഒരു ദിവസം കൊടുക്കാനേ നിയമമുള്ളൂ. നമ്മളൊരു കൊല പന കയറി പൊളിച്ചാൽ പിന്നെ അതിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരെ സംരക്ഷിക്കുന്ന കൂട്ട് തന്നെയാണ്. അത് വെയിലും മഴയും ഒക്കെ കണ്ടമാനം കൊള്ളാതെ സൂക്ഷിച്ച് പൊതിഞ്ഞ് കെട്ടി അതിനെ ഓമർത്തത്തോടെ കൊണ്ട് നടന്നെങ്കിൽ മാത്രമേ ഉൽപ്പാദനം തന്നെ നമ്മളെ സംരക്ഷിച്ച് കൊണ്ടുപോകുള്ളൂ. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കയറിയപ്പം പലരെയും ഞാൻ എൻ്റെ കൂട്ടത്തിൽ കൊണ്ട് നടന്ന് നോക്കിയതാണ്. പക്ഷേ അവർക്കൊന്നും ഒരു താല്പര്യമില്ല. അവസാനം എൻ്റെ പയ്യന് അവന് 10 വയസ്സുള്ളപ്പോൾ ഞാൻ താഴെ പാത്രം വെച്ച് മണ്ട കയറിയിരിക്കും. പാത്രം എടുത്തുകൊണ്ട് വരാൻ പറയും. അവൻ അതും കൊണ്ട് കയറുമായിരുന്നു. പക്ഷെ അവന് പ്രായമായി കഴിഞ്ഞ് ഇതിനെപ്പറ്റി ഒരു മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഇതിന് സ്വാതന്ത്ര്യമില്ലായ്മയെ പറ്റിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേന് അവൻ പറഞ്ഞു ഇനി എനിക്ക് വേണ്ട, അവൻ മറ്റു പണി തേടിപ്പോയി. അതാണ് ഇപ്പം ഇതിനകത്ത് പറ്റിയ വലിയ കുഴപ്പം. കള്ളിൻ്റെ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ പല ഷാപ്പുകളിലും ഇന്നിപ്പം കുറവാണ്. ഈ കള്ള് മേഖലയിലോട്ട് ആൾക്കാർ വരാൻ തന്നെ മടി ആണ്. കാരണം ചെത്തുകാരുടെ പിള്ളേരെ പോലും കള്ള് മേഖലയിലോട്ട് വിടുന്നില്ല. കാരണം ഇതൊരു റിസ്ക് പിടിച്ച ഒരു ജോലിയാണ്. പക്ഷേ നല്ല വരുമാനം കിട്ടുന്ന ഒരു ജോലിയാണ് ഈ മേഖലയിലോട്ട് വന്നത്. നല്ല കള്ള് കിട്ടുവാണെങ്കിൽ അത് ഇത്ര നല്ല മദ്യം ലോകത്തൊന്നുമില്ല. അതിന് സർക്കാർ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ എല്ലാ മേഖലകളിൽ നിന്നുള്ള പ്രോത്സാഹനം ഉണ്ടായാലേ ഇതൊരു മാറ്റം വരാൻ സാധിക്കത്തുള്ളൂ. പാരമ്പര്യമായിട്ട് പഴയ കാലം തൊട്ടുള്ളതാണ്. ഇത് ചെയ്യാൻ ആളില്ലെങ്കിൽ ഇത് നിന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്.